ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഭരണഘടനാ ദിനം. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ രേഖയാണ് ഭരണഘടന. അവകാശങ്ങളെയും ചുമതലകളെയും കുറിച്ച് ഓരോ പൗരനെയും ബോധ്യപ്പെടുത്തുന്നതാണ് ഭരണഘടന. ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടേത്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസത്തിൻ്റെ ഓർമ്മയിൽ എല്ലാ വർഷവും നവംബർ 26 ഭരണഘടനാ ദിവസമായി ആചരിക്കുന്നു. സംവിധാൻ ദിവസ് എന്നാണ് ഈ ദിനം അറിയപ്പെടുന്നത്. മുൻപ് ദേശീയ നിയമദിനമായിരുന്നു നവംബർ 26. സംവിധാൻ ദിവസമായി ആചരിച്ചു തുടങ്ങിയത് 2015 ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ രൂപത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയ ദിവസമാണ് നവംബർ 26. ഈ ദിനമാണ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. അത് റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു. ഭരണഘടന അസംബ്ലിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണത്തിൽ മുഖ്യ പങ്കു വഹിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ നവംബർ 26 അംബേദ്കറുടെ ചിന്തകളും ആശയങ്ങളും പ്രചരിപ്പിക്കാനുള്ള ദിനമായി കൂടി കണക്കാക്കുന്നു. 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭ അതിൻ്റെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിൻ്റെ തലേദിവസം BR അംബേദ്കർ ഹൃദയസ്പർശിയായ ഒരു പ്രസംഗം നടത്തി. ഇന്ത്യൻ സമൂഹത്തിൽ അസമത്വവും അധികാരശ്രേണിയെ മുതലാക്കുന്ന സമ്പ്രദായവും ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ അസമത്വം തുടർന്നാൽ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യം അപകടത്തിലേക്കെത്തും എന്നുമുള്ള മുന്നറിയിപ്പോടെയാണ് അദ്ദേഹം വാക്കുകൾ അവസാനിപ്പിച്ചത്. So far as the ultimate goal is concerned, I think none of us need have any apprehension. None of us need have any doubt. But my fear, which I must express clearly, is this. Our difficulty, as I said, is not about the ultimate future. Our difficulty is how to make the heterogeneous mess that we have today take a decision in common and march in a cooperative way on that road which is bound to lead us to unity. Our difficulty is not with regard to the ultimate. Our difficulty is with regard to the beginning. Mr. Chairman, therefore, I should have thought that in order to make a start, in order to induce every party, every section in this country, it would be the act of greatest statesmanship for the majority party even to make a concession to the prejudices of people who are not prepared to march together. ആയിരത്തി 1950 ആദ്യ ഭരണഘടനാ പതിപ്പ് ന്യൂഡൽഹിയിലെ പാർലമെൻറ്റ് ഹൗസിൽ ഹീലിയം നിറച്ച കേസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 2015 ഒക്ടോബർ 11 മുംബൈയിൽ ഇന്ദു കോമ്പൗണ്ടിൽ BR അംബേദ്കറുടെ സമത്വ പ്രതിമാ സ്മാരകത്തിൻ്റെ തറക്കല്ലിടുന്ന വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നവംബർ 26 ഭരണഘടനാ ദിനമായി ആഘോഷിക്കാൻ പ്രഖ്യാപനം നടത്തിയത്. വിദേശകാര്യ മന്ത്രാലയം ഭരണഘടന ആ രാജ്യത്തിൻ്റെ പ്രാദേശിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനും വിവിധ അക്കാഡമികൾക്കും ലൈബ്രറികൾക്കും മറ്റും വിതരണം ചെയ്യാനും എംബസികൾക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യൻ ഭരണഘടന അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്ന ജോലി പൂർത്തിയായി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ഭരണഘടനാ നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ചതുമായ അംബേദ്കറുടെ 131 ജന്മവാർഷികമായിരുന്നു 2021. 2021 നവംബർ 26 ദേശീയ നിയമദിനത്തിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രസംഗം കൂടാതെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭാ സ്പീക്കർ എന്നിവരും പരിപാടിയെ അഭിസംബോധന ചെയ്തു. 2015 2021 വിപുലമായ ആഘോഷ പരിപാടികളാണ് ഗവൺമെൻറ് ഒരുക്കിയത്. ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകൾ ആദ്യ ഭരണഘടനാ ദിനം ആഘോഷിച്ചു. വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പിൻ്റെ അഭിപ്രായത്തിൽ ഭരണഘടനയുടെ ആമുഖം എല്ലാ സ്കൂളിലും എല്ലാ വിദ്യാർത്ഥികളും വായിച്ചു.
കൂടാതെ ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും ക്വിസ് മത്സരങ്ങളും ഉപന്യാസ മത്സരങ്ങളും നടത്തി. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ലഖ്നൌവിലെ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ അഖിലേന്ത്യാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കായിക വകുപ്പ് റൺ ഫോർ ഇക്വാലിറ്റി എന്ന പേരിൽ പ്രതീകാത്മക ഓട്ടം സംഘടിപ്പിച്ചു. 2019 നവംബർ 27 വിശാഖപട്ടണത്തെ ബീച്ച് റോഡിൽ 70ാം ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന റൺ ഫോർ അംബേദ്കർ റാലിയിൽ ആന്ധ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 2023 ഭരണഘടനാ ദിനാചരണത്തിൽ മണിപ്പൂർ ഗവൺമെന്റ് അന്നത്തെ മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ദ്വിഭാഷാ പതിപ്പ് ഔദ്യോഗികമായി മണിപ്പൂരി ഭാഷയിൽ പുറത്തിറക്കി. ഇത്തരത്തിലുള്ള ആദ്യ പ്രസിദ്ധീകരണമായി ഇത്. ഭരണഘടന രൂപപ്പെട്ട സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഇതേ തുടർന്ന് ജസ്റ്റിസ് ഫസൽ അലിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനെ 1953 നിയമിച്ചു. 1959 മുതൽ 2000 വരെ പല വർഷങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളും രൂപപ്പെട്ടു. ഏറ്റവും ഒടുവിൽ രൂപപ്പെട്ട തെലങ്കാന ഉൾപ്പെടെ ഇന്ത്യയിൽ ഇന്ന് 28 സംസ്ഥാനങ്ങളും 9 കേന്ദ്രഭരണ പ്രദേശവുമുണ്ട്. ക്രിമിനൽ നിയമങ്ങളുടെ ചരിത്രവും മാറ്റവും വിശദീകരിക്കുകയാണ് ആറ്റിങ്ങലിലെ അഭിഭാഷകൻ തട്ടത്തുമല അനിൽകുമാർ. ജൂലൈ മാസം 1 തീയതി മുതൽ ഇന്ത്യൻ പീനൽ കോഡും CRPCയും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ചരിത്രമായി രൂപാന്തരപ്പെടുകയാണ്. എങ്കിലും നിലവിൽ നിലനിൽക്കുന്ന എല്ലാ കേസുകൾക്കും നടത്തി തീർക്കുന്ന സമയം വരെയും ഈ നിയമങ്ങൾ നിലവിൽ നിൽക്കുക തന്നെ ചെയ്യും. രാജ്യദ്രോഹം, അസാധുവാക്കൽ, ആൾക്കൂട്ട കൊലപാതകം, മൈനർ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന പ്രതികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിനും ഫൈൻ എമൗണ്ടുകൾ വിധിച്ചിരുന്ന ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ഫൈൻ എമൗണ്ടിന് പകരം സാമൂഹിക സേവനം നൽകുന്നതിനും BNS വ്യവസ്ഥ ചെയ്യുന്നു. വിഭജന പ്രവർത്തനം, സായുധ കലാപം, അട്ടിമറി പ്രവർത്തനം, ഇന്ത്യയുടെ പരമാധികാരം, അഖണ്ഡത, ഐക്യം എന്നിവയെ തടസ്സപ്പെടുത്തുക എന്നിവയും കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്കെതിരായി ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ സംഭവിച്ചാൽ ശക്തമായ ശിക്ഷാവിധികൾ BNS രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി നിലവിൽ വന്നിട്ടുള്ള ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി നിർവഹിക്കാമെന്നും ഫോറൻസിക് സയൻസിൻ്റെ സാധ്യതകൾ പരിശോധിക്കാമെന്നും സമൻസ് ഇലക്ട്രോണിക് രൂപത്തിൽ നൽകാമെന്നും ഇലക്ട്രോണിക് ഡിജിറ്റൽ രേഖകൾ തെളിവായി സ്വീകരിക്കാമെന്നും തെളിവ് നിയമങ്ങളിലും പറയുന്നു. കൊളോണിയലിസത്തിൻ്റെയും ഇംപീരിയലിസത്തിൻ്റെയും മുഖമുദ്രകൾ ഇല്ലാതെ തനതായി ഈ രാജ്യത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമം രാജ്യത്തിൻ്റെ ഉന്നതികൾക്ക് വേണ്ടിയുള്ളതാകട്ടെ എന്ന പ്രത്യാശയാണ് ഈ നിയമത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭരണഘടന സ്ത്രീപുരുഷ സമത്വം ഉറപ്പു നൽകുന്നുണ്ട്. വനിതാ സംരക്ഷണ നിയമങ്ങൾക്കും വനിതാ സംവരണ നിയമങ്ങൾക്കും ഒട്ടേറെ ഭേദഗതികളും വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും സ്ത്രീക്ക് സമൂഹത്തിൽ അവൾ അർഹിക്കുന്ന പരിഗണനയും സുരക്ഷയും ലഭിക്കുന്നുണ്ടോ? ഇവിടെ നിയമങ്ങളെക്കാൾ സമൂഹത്തിൻ്റെ മനോഭാവമല്ലേ മാറേണ്ടത്? അതേക്കുറിച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി വാർത്താ തരംഗിണിയോട്. ഇന്ത്യൻ ഭരണഘടനയുടെ 14-ാം ആർട്ടിക്കിളിൽ സമത്വം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ഒരു തരത്തിലുള്ള വിവേചനങ്ങളും അനുവദിക്കാൻ പാടില്ല എന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 പറയുകയുണ്ടായി. 1980-കൾക്കിപ്പുറമാണ് ഏറ്റവും കൂടുതൽ സംരക്ഷണ നിയമങ്ങൾ രാജ്യത്ത് രൂപം കൊണ്ടിട്ടുള്ളത്. ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ, സ്ത്രീധന പീഡനവും സ്ത്രീധന മരണത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് നിയമങ്ങൾ, തുടർന്ന് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിയമങ്ങൾ, ഇതെല്ലാം 2012 വർമ്മ കമ്മീഷൻ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള നിലയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാനും നിലവിലുള്ള നിയമങ്ങളിലുള്ള പഴുതുകൾ അടച്ചുകൊണ്ട് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ഉതകുന്ന സാഹചര്യം ഉണ്ടാക്കാനും ലക്ഷ്യമിടുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത്. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആംഗ്യം കൊണ്ട് പോലുമോ സ്ത്രീയുടെ അന്തസ്സിന് പോറലേൽപ്പിക്കപ്പെട്ടുകൂടാ എന്ന് അനുശാസിക്കുന്ന നിയമങ്ങൾ നിലനിൽക്കുമ്പോഴും സ്ത്രീ സുരക്ഷ അപകടത്തിലാക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് വളരെ ഗൗരവമേറിയിട്ടുള്ള
ചർച്ച അനിവാര്യമാണ് എന്ന് കാണുകയാണ്. ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായാൽ മാത്രം ആ നിയമങ്ങളുടെ പ്രായോഗിക തലത്തിലുള്ള നടത്തിപ്പ് സാധ്യമാകാൻ ഉതകാത്ത ഒരു മനോഭാവമാണ് സമൂഹത്തിന് പൊതുവെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ തുല്യമായിട്ടുള്ള പരിഗണന കൊടുക്കാനും സ്ത്രീയെ സഹജീവിയായി വീക്ഷിക്കാനും ഉതകുന്ന സാമൂഹ്യ സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കാനുള്ള സമൂഹത്തിന്റെ പൊതുബോധ മണ്ഡലത്തിൽ ആവശ്യമായിട്ടുള്ള ചർച്ചകൾ ഉയർന്നു വരേണ്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. മനോഭാവത്തിലാണ് മാറ്റമുണ്ടാവേണ്ടുന്നത്. അന്തസ്സും സുരക്ഷിതത്വവുമുള്ള വിവേചനരഹിതവും സന്തോഷകരവുമായ ഒരു ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. 1924 കുട്ടികൾക്കും എല്ലാ മനുഷ്യർക്കുമുള്ള അവകാശങ്ങളുണ്ടെന്ന ചർച്ച കടന്നുവരുന്നത്. ബാലനീതി നിയമം, ബാലവേല നിരോധന ഭേദഗതി ബിൽ തുടങ്ങിയവ ഉദാഹരണം. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ബാലാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ നിരവധിയാണ്. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ കുട്ടികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ഒരു നിയമം നിലവിൽ വന്നിട്ടുണ്ട്. 2012 നവംബർ 14 നടപ്പിലാക്കിയ പോക്സോ നിയമമാണത്. പോക്സോ നിയമത്തെക്കുറിച്ച് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് സുനന്ദ വാർത്താ തരംഗിണിയോട്. 1989 ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള കൺവെൻഷൻ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ സമഗ്രമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ആദ്യത്തെ നിയമനിർമ്മാണം 2012 പോക്സോ നിയമത്തിലൂടെ മാത്രമാണ് വന്നത്. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തിൻ്റെ വിവിധ രൂപങ്ങൾ നിർവചിക്കുന്നതിനും അതിനുള്ള ശിക്ഷകൾ നിർദ്ദേശിക്കുന്നതിനും പുറമെ കുട്ടിയുടെ സ്വകാര്യത സംരക്ഷിക്കാനും ജുഡീഷ്യൽ നടപടികളുടെ ഓരോ ഘട്ടത്തിലും രഹസ്യ സ്വഭാവം നിലനിർത്താനും പോക്സോ നിയമം ലക്ഷ്യമിടുന്നു. കുറ്റകൃത്യങ്ങളുടെ വേഗതയിലുള്ള വിചാരണ ഉറപ്പാക്കുന്നതിനായി റിപ്പോർട്ട് ചെയ്യുന്നതിനും അന്വേഷണത്തിനും വിചാരണയ്ക്കുമുള്ള ശിശു സൗഹൃദ സംവിധാനങ്ങളും നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോക്സോ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒന്ന് അതിന് ലിംഗഭേദമില്ല എന്നതാണ്. IPC 1860 വ്യവസ്ഥകളുടെ വെളിച്ചത്തിൽ പരിഗണിക്കുമ്പോൾ ഇതൊരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു കാര്യവും മാധ്യമങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ ഏതെങ്കിലും ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോക്സോ നിയമത്തിലെ സെക്ഷൻ 23(4) പ്രകാരം ശിക്ഷാർഹമായിരിക്കും. വളരെ ശ്രദ്ധേയമായ ഒരു വശം എന്ന് പറയുന്നത് അതികഠിനമായ ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയായി വധശിക്ഷ ഉൾപ്പെടുത്തി എന്നതാണ്. പോക്സോ ആക്ട് 2012 സെക്ഷൻ 44 വകുപ്പ് പ്രകാരം ആക്ടിൻ്റെ നിരീക്ഷണ ചുമതല സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. കുട്ടികളെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ആക്ട് 2012 പ്രകാരം കേസുകൾ നടപടികൾ ശിശു സൗഹാർദ്ദപരമാണോ എന്ന കാര്യം കമ്മീഷൻ നിരീക്ഷിച്ചു വരുന്നു. ഇത്തരം കേസുകളുടെ നടപടി സംബന്ധിച്ച കാര്യങ്ങൾ സംസ്ഥാന പോലീസ് വകുപ്പിൽ നിന്ന് കമ്മീഷന് ലഭ്യമാക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനവും നിലവിലുണ്ട്. ഈ സംവിധാനം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കമ്മീഷനിൽ ഒരു പോക്സോ മോണിറ്ററിംഗ് സെൽ പ്രവർത്തിക്കുന്നുണ്ട്. നിയമങ്ങളുടെ പിൻബലത്തോടെ എല്ലാ മേഖലയിലും നാം ഒരുപാട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. എന്നാൽ ഓരോ ഭരണഘടനാ ദിനവും നമ്മൾ സാമൂഹികമായും സാംസ്കാരികമായും ഇനിയും മാറേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ആണ് നൽകുന്നത്. പുരോഗമനത്തിൻ്റെ പാതയിലാണെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ പല ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളും അരങ്ങേറുമ്പോൾ ഈ ഓർമ്മപ്പെടുത്തൽ ഇല്ലാതെ പറ്റില്ലല്ലോ. ഭരണഘടനാ ദിനം ഓരോ പൗരനും ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളാണ്. അവരുടെ അവകാശങ്ങൾക്കൊപ്പം തന്നെ നാം എന്ത് തിരിച്ചു നൽകുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ, നമ്മുടെ കടമകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, ഇവയെല്ലാമാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത VS. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.